ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി പൗരാണികതയുടെ പെരുമ വിളിച്ചോതുന്ന വട്ടപ്പന്തൽ ഒരുങ്ങുന്നു. ക്ഷേത്രാങ്കണത്തിലാണ് വട്ടപ്പന്തൽ നിർമ്മിക്കുന്നത്. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെറുകുന്നിലെ അന്നപൂർണേശ്വരി ക്ഷേത്രം. ഇക്കുറിയും വിഷുവിളക്ക് ഉത്സവത്തിനായി ഇവിടെ വട്ടപ്പന്തൽ ഒരുങ്ങുകയാണ്. 111 തേക്കിൻകാലുകളിലാണ് വട്ടപ്പന്തൽ ഉയരുന്നത്. കേരളത്തിലെ അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചെറുകുന്നിലെ ഈ അന്നപൂർണേശ്വരി ക്ഷേത്രം. ദിവസേന ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് 2 നേരങ്ങളിലായി അന്നമൂട്ടുന്നു എന്നതും ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് വിഷുവിളക്ക്. വർഷം തോറും നടക്കുന്ന ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ് ക്ഷേത്രാങ്കണത്തിൽ നിർമ്മിക്കുന്ന വട്ടപ്പന്തൽ. 111 തേക്കിൻ തടികൾ, 6000ഓളം മെഡൽ മെടഞ്ഞ ഓല, 1600ഓളം മുള എന്നിവ ഉപയോഗിച്ചാണ് വട്ടപ്പന്തൽ ഒരുങ്ങുന്നത്. 100-ലധികം മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് വട്ടപ്പന്തൽ. ഏകദേശം 111ഓളം തൂണുകളും അത്ര തന്നെ പടങ്ങുകളും 1600ഓളം മുളകൾ, 6000 മടൽ ഓല, അങ്ങനെ 200ഓളം വാരിമുളകൾ ഇത്രയും ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 100ഓളം ആൾക്കാരുടെ ജോലി അതോടുകൂടിയിട്ടാണ് വട്ടപ്പന്തൽ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു കമ്മിറ്റി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 60 പേരടങ്ങുന്ന പഞ്ചവാദ്യം ഏകദേശം 2 മണിക്കൂറോളം അമ്മയുടെ നടയിൽ വെച്ചിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും അതുണ്ടായിട്ടില്ല. ഇപ്രാവശ്യം ആദ്യമായിട്ട് തുടങ്ങുന്നതാണ്. ദശലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഉത്സവാഘോഷ പരിപാടികൾ നടത്തപ്പെടുന്നത്. ഉത്സവാഘോഷ പരിപാടികൾക്ക് പരിസമാപ്തി കുറിക്കപ്പെടുന്നത് ഏപ്രിൽ 20 നടക്കുന്ന കളത്തിലരിയും പാട്ടും എന്ന വിശിഷ്ടമായ ചടങ്ങോടുകൂടിയാണ്. വട്ടപ്പന്തൽ നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തേക്കിൻ തൂണുകളുടെ കാൽനാട്ട് കർമ്മം ഉൾപ്പെടെ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഉത്സവം ആവുമ്പോഴേക്കും വട്ടപ്പന്തലിന്റെ നിർമ്മാണം പൂർത്തിയാകും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിഷുവിളക്ക് ഉത്സവം ആനയുടെ അകമ്പടിയോടെയാണ് കൊണ്ടാടാറുള്ളത്. ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കാഴ്ചവരവും കരിമരുന്ന് പ്രയോഗവുമെല്ലാം ഏറെ പ്രശസ്തവുമാണ്. ദിവസേന നിരവധി ഭക്തജനങ്ങളാണ് ചെറുകുന്നിലമ്മയുടെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്നത്. ഒരു നാടൊന്നാകെ വിഷുവിളക്ക് ഉത്സവത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ഈ നാടിന്റെ ഒരു സംഗമ ഭൂമിയായി തന്നെ ഈ വട്ടപ്പന്തൽ മാറുമെന്നത് തീർച്ച. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.